ഹലോ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ കുറച്ച് ചെടികളും ചെറിയ ചെറിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ്. കാരണം നമുക്ക് ഉപകരിച്ചില്ലെങ്കിലും നമ്മുടെ മക്കൾക്കെങ്കിലും അത് വളർന്നു വന്നാൽ ഉപകരിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ദിവസം സ്കൂളുകളിലായാലും മദ്രസയിലായാലും നമുക്ക് കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെടിയുടെ ഒരു വൃക്ഷമോ അതിൻ്റെ ഒരു തൈയോ എന്തെങ്കിലും കൊടുത്തയക്കും. കാരണം അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ മക്കളെടുത്ത് പറയാറുണ്ട്. അപ്പം ഞാനിന്ന് എന്തായാലും എൻ്റെ ചെടികളൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പം നല്ല വേനൽ സമയത്ത് അതെല്ലാം ഉണങ്ങിപ്പോയിട്ട് ഞാൻ ചട്ടികളെല്ലാം പഴയ ചട്ടികളാട്ടാ. അപ്പോൾ കുറേ ദിവസമായി ഓരോന്നൊന്നും ചെയ്യണം വിചാരിക്കണം, നേരം കിട്ടാറില്ല. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഈ ചെടിയുടെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ മേലെ നിറച്ചും വെള്ള പൂവുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മഴ കൊണ്ടിട്ടാണ് ഇതായി തിരിഞ്ഞത്. പഴയ ചെടിച്ചട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് രാവിലെ തന്നെ അതിനിറങ്ങിയതാണ്. ഇന്നത്തെ ഒരു ദിവസമല്ലേ, നമുക്ക് അതൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ മേലെ പൂവുകളുണ്ടാകുമ്പോഴും അതേമാതിരി നമ്മളൊരു എന്തെങ്കിലും തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ മേലെ കായ ഉണ്ടായാലൊക്കെ നമുക്കതൊരു സന്തോഷമല്ലേ. ഈ ദിവസം നമുക്കെന്നും ഓർക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചട്ടികളിലേക്കാക്കിയിട്ട് ചെറിയ ചട്ടികളാട്ടാ. അപ്പോൾ അതിലേക്ക് ഓരോ തരം ചെടികളായിട്ട് വെച്ചു. എനിക്ക് ഏറെ പൂവുണ്ടാവുന്നതൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് 10 മണി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെറിയ ചട്ടിയിലേക്കാക്കിയിട്ടാണ്. അപ്പം മഴയും പെയ്യുണ്ടായിരുന്നു. ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ അവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇതിനൊക്കെ നിന്നു. കണ്ടില്ലേ, ഒരു സന്തോഷമല്ലേ. എനിക്ക് സ്വതവേ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെടികൾ കണ്ടാലും. പിന്നെ ഒരുപാട് ചട്ടികളൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പ്ലാസ്റ്റിക് ആയ കാരണം പൊട്ടി. ഇനി മണ്ണിൻ്റെ ചട്ടികൾ വാങ്ങണം. അതൊക്കെ പറ്റുള്ളതാകുമ്പോൾ പൊട്ടില്ലല്ലോ. എന്തെങ്കിലും ഇങ്ങനെ മഴ പെയ്ത അഴുക്കൊക്കെ ആയാൽ അത് നമുക്ക് കഴുകി ക്ലീൻ ആക്കാമല്ലോ. ഇതാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടുകയാണ്. എന്നാലും കളയാൻ തോന്നണില്ല. ഞാൻ ഇതിലത്തെ ചെടികളൊക്കെ വേനലിൽ ഇങ്ങനെ ഉണങ്ങിപ്പോയാൽ ആ ചട്ടികളൊക്കെ മണ്ണുകളെല്ലാം കളഞ്ഞിട്ട് ഞാനത് എടുത്തു വെക്കും. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി, ചുവന്നുള്ളി, സവോള, അതുമാതിരി പച്ചക്കറികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ തൊലികളുണ്ടാവണത് എടുത്തു വെക്കും ഒരു പാത്രത്തിൽ. എന്നിട്ട് അതെല്ലാം ഈ ഒരേ ചെടിച്ചട്ടിയുടെ അടിയിലും ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മീതെയാണ് ഞാൻ മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ചെയ്യാറ്. നല്ല ഉണ്ടാവും ചെയ്യും കേട്ടോ. 10 മണിയായാലും നല്ല പൂവുകളൊക്കെ ഒരുപാടുണ്ടാവും. എല്ലാ ചെടികളായാലും നല്ല ഭംഗിയാണ്. കുറേ കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കളയേണ്ട. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ മണി പ്ലാന്റൊക്കെ ഈ ഇതിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുമാതിരി കണ്ടില്ലേ സർപ്പപ്പോള. ഇത് ഞാൻ വേറൊരു ചട്ടിയിലേക്കാക്കിയിട്ട് പുതിയ ചട്ടി വാങ്ങിച്ചപ്പോൾ അതിലേക്കാക്കിയിട്ട് ഞാൻ വീടിൻ്റെ പുറത്തും അതേമാതിരി ഉമ്മറത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ പുതിയ ചട്ടികളെല്ലാം വാങ്ങിച്ചിട്ട് പിടിച്ച് കിട്ടിയാൽ ഈ ചെടികളൊക്കെ നമുക്ക് പിടിച്ച് കിട്ടണമല്ലോ. അപ്പോൾ ഒരു ചട്ടിയിലേക്കാക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എന്നും ഓർക്കാമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഇന്ന് രാവിലെ തന്നെ അതിലേക്ക് നിന്നു കേട്ടോ. എത്ര ആയാലും ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ മുളകായിക്കോട്ടെ, മുളക് കൃഷി, അതേമാതിരി കുരുമുളകിൻ്റെ ഒട്ടുതൈ ഉണ്ടായിരുന്നു. അതൊക്കെ പോയതായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഓരോന്ന് വളർട്ട് കൊടുത്തിട്ടും ഒക്കെ ആയിട്ട് ഇപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ച് തരണ്ടിട്ടാണ്. മുളകിൻ്റെ കൃഷിയും പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട്. അതേമാതിരി കുറച്ച് കൂർക്കട മണികൾ ഇതേമാതിരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുളച്ച് വന്നിട്ട് കൂർക്കത്തലുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ അത് പിടിപ്പിച്ചിട്ടുണ്ട്. അതും കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പണിക്ക് ഇനി ഒരു ദിവസം നിൽക്കണം.
ടൈം കിട്ടാറില്ല. കാരണം പുറത്ത് കുറച്ച് നേരം നിൽക്കണം. അത് കഴിഞ്ഞ് പിന്നെ അകത്തേക്കും വരലും കൂടിയിട്ട് സാധിക്കണില്ല കേട്ടോ. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ മഴ പെയ്യുന്ന സൗണ്ട് ഉണ്ടാവും കേട്ടോ. കാരണം നല്ല മഴയല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ. അതിനുള്ള ഇനിയൊരു ചെറിയ ചെറിയ ചട്ടികൾ ഇനി വേറെ വാങ്ങണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെടികളൊക്കെ എല്ലാ ചട്ടികളിലും സെറ്റാക്കിയിട്ട് നമ്മളിനി മഴയത്ത് തന്നെ വെക്കണം, ശരിയല്ലല്ലോ, അതൊക്കെ പിടിച്ച് കിട്ടണ്ടേ. അപ്പോൾ ഞാൻ വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു സൈഡിലേക്കാക്കി വെച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേക പച്ചപ്പ് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തൊക്കെ ചെയ്യാനൊക്കെ. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ഇടണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ബോട്ടിലുകൾ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ ബോട്ടിലുകളൊക്കെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ തരും കേട്ടോ. അതിന് ഞാൻ പെയിൻ്റൊക്കെ ഒരു സമയമുണ്ട്. അപ്പോൾ ഞാനതിന് പെയിൻ്റൊക്കെ കൊടുത്ത് ഞാൻ അടിപൊളിയൊക്കെ ആക്കും. അപ്പോൾ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അതിലും ഇങ്ങനെയൊക്കെ വെച്ചാൽ ആൾക്കൊരു ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. അതിന് ശേഷം വീടിൻ്റെ ബാക്ക് വശത്ത് തന്നെ കട്ടേമൽ പേരത്തൈ ഉണ്ടായിരുന്നു. ഈ കിളികളൊക്കെ വന്നിട്ട് അങ്ങനെ മുളച്ചതായിരിക്കും. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്നത്തെ ദിവസം തന്നെ ഒരു പേരത്തൈ, അതുമാതിരി നല്ല ചക്കക്കുരു ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള ചക്കയുടെ, അതൊക്കെ ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാവുമോ എന്താണെന്നുള്ളത് അറിയില്ല. മരം ഞാവലിൻ്റെ തൈ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറമ്പിൽ കൊണ്ടുപോയിട്ട് വെച്ചു. കണ്ടില്ലേ ചെടികളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.